എന്റെ പൊന്നു ഡോക്ടറെ, രാത്രിയിൽ ഒരു തുള്ളി കണ്ണടച്ചിട്ടില്ല. കൊച്ചാണെങ്കിൽ ഫുൾ ടൈം കരച്ചിലായിരുന്നു. അവൾക്കാണെങ്കിൽ ഒരു തുള്ളി പാലില്ല. പിന്നെ എങ്ങനെ ശരിയാവാനാ? നമ്മൾ ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം റൗണ്ട്സിന് പോകുമ്പോൾ കുഞ്ഞിന്റെ ഗ്രാൻഡ് പേരൻസോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സോ സ്ഥിരമായി പറയുന്ന ഒരു ഡയലോഗാണിത്. അത് ആ അമ്മയുടെ കോൺഫിഡൻസിനെയും പിന്നീടുള്ള ലാക്ടേഷനെയും എത്രമാത്രം മോശമായി അഫക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ കുഞ്ഞിന് ലിറ്റർ കണക്കിന് പാലിന്റെയൊന്നും ആവശ്യമില്ല. 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു 5 to 10 ml ഓഫ് മിൽക്ക്, അത്രയും മാത്രമേ കുഞ്ഞിന് ആവശ്യമുള്ളൂ. പിന്നെ കുഞ്ഞ് കരയുന്നത് എപ്പോഴും വിശന്നിട്ട് മാത്രമാവണമെന്നില്ല. ചിലപ്പോൾ ഡയപ്പർ വെറ്റായതുകൊണ്ടാവാം, തണുപ്പ് കൂടിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഓവർ കവറിംഗ് കാരണം ചൂടെടുക്കുന്നതുകൊണ്ടാവാം, അതുമല്ലെങ്കിൽ കോളിക്കും ഉണ്ടാവാം. ഇനിയിപ്പോ പാല് കുറവാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് അമ്മയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് അല്ലേ നോക്കേണ്ടത്. മദേഴ്സ് ഡെയിലി 3 to 4 ലിറ്റേഴ്സ് വെള്ളം കുടിക്കുന്നത്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നത്, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, പിന്നെ ഉറക്കം ഇംപ്രൂവ് ചെയ്യുക, ഡിമാൻഡിനനുസരിച്ച് ഫ്രീക്വന്റ് ആയിട്ട് ഫീഡ് ചെയ്യുക, നൈറ്റ് ഫീഡ്സ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെ തന്നെ അവരുടെ മിൽക്ക് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു ന്യൂ മദറിനെ കാണുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കും.